ഈഷ് ബണി, അപകടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ ഫേക്ക് കോൾ ചെയ്തതിനു വേണ്ടി ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. വേഗം പിടിക്കവനെ. അയ്യോ വേണ്ട, ഞാനല്ല സാറിനെ വിളിച്ചേ. സാറ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഹണി ബണി പൂച്ചകൾ എന്റെ സന്തോഷത്തിൽ വിഴുന്ന ഈച്ചകളാണ്. യുവമാരുടെ ഒടുക്കത്തെ മൂവി പ്രോഗ്രാം കാരണം കിറ്റി എന്നോടൊപ്പം വരുന്ന കാര്യം തന്നെ ക്യാൻസൽ ആയി പോയി. എടാ, കളി എന്നോട് വേണ്ട, കളി ഞാൻ പഠിപ്പിക്കും. മിമിക്രി സ്കൂൾ. ഓഹാ, ഐഡിയ. പല പല ശബ്ദങ്ങളിൽ സംസാരിച്ച് ആ ഹണിയെയും ബണിയെയും ഞാൻ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. എന്നെക്കാളും ബുദ്ധിമാനായിട്ട് ഇവിടെ ആരുമില്ല. നീയാണ് കോട്ടയം നസീർ, നീയാണ് ജയറാം, നീയാണ് നവാസ്. എന്റെ പൊന്നു കുഞ്ഞെ സണ്ണി. വേണ്ട, ഇന്ന് മുതൽ നീ സണ്ണിയല്ല, മിമിക്രി മാസ്റ്റർ സണ്ണിയാണ്. എന്റെ മിമിക്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയതിനു ശേഷം നിനക്കിപ്പോ ഏകദേശം 60 പേരുടെ ശബ്ദം നിഷ്പ്രയാസം അനുകരിക്കാൻ സാധിക്കും. എന്നെ മിമിക്രി പഠിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കളികളൊക്കെ ഞാൻ നേരിട്ടാണ് കളിക്കാൻ പോകുന്നത്. എന്റെ ഉള്ളിലെ മിമിക്രിക്കാരനെ കണ്ടെത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വാവ്, ഞാൻ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. വാവ്, ശാരദേ, അമ്മേ, എനിക്ക് നന്നായിട്ട് ശബ്ദമെടുക്കാൻ കഴിയുന്നുണ്ട്. മിമിക്രി ഇപ്പോൾ എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അയ്യോ എന്റെ സണ്ണി, ശബ്ദാനുകരണം കൈകൊണ്ടല്ല വാഗൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. നീ മിമിക്രി പഠിച്ചു, പക്ഷെ എക്സാമ്പിൾ എങ്ങനെ കൊടുക്കണമെന്ന് നീ പഠിച്ചിട്ടില്ല. എന്നാൽ ശരി, നമുക്കിനെ കാണാം. എടാ മോനെ സണ്ണി, നീ ഫീസ് തന്നില്ലല്ലോ. അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ, ഞാൻ എന്റെ വീടിനെ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, പുറത്തെ കാർ ആക്സിഡന്റ് ആയെന്നാ തോന്നുന്നത്. ഞാൻ പോയി ഒന്ന് നോക്കിട്ട് വന്നേക്കാവേ. ഫീസ് വന്നിട്ട് തരാവേ. സണ്ണിയുടെ പോളിസിയാണ്, ആർക്കും കാശ് കൊടുക്കാതെ എല്ലാം നേടിയെടുക്കും. ഫീസിന്റെ കാര്യം തീരുമാനമായി, പക്ഷേ ഹണി ബണിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇനി എന്റെ ശബ്ദം മാറ്റി മാറ്റി സംസാരിച്ച് അവന്മാരൊക്കെ ഞാൻ വട്ടാക്കും. പച്ചക്കറി കടക്കാരന് പച്ചക്കറി വെള്ളം തെളിച്ച് ഫ്രഷ് ആക്കി വെക്കാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാത്രങ്ങൾ വെള്ളം തെളിച്ച് ഫ്രഷ് ആക്കി വെച്ചുകൂടാ? നീ എന്തുമാത്രം ഇന്റലിജന്റ് ആണ് എന്റെ ഹണി. ഹലോ ഹണി. വെല്ലുവിളിയാ, ഞാൻ പുറത്ത് സോഫയിൽ ഇരിക്കുകയാണ്. ബാത്റൂമിൽ പോയി കുളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ ദേഹത്തെ കുറച്ച് വെള്ളം ഒഴിച്ചു തരാമോ? നീ പറയുന്നത് ശരിയാണോ കൊച്ചളിയ? അതിനുശേഷം നീനെ തല്ലൊന്നുമില്ലല്ലോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ ഒരു കാരണവശാലും തല്ലില്ല. എന്നാ നിക്ക്, ഞാൻ ദാ ഇപ്പൊ തന്നെ വരാം. എന്നിട്ട് നിന്റെ തലയിലേക്ക് ഒരു ബക്കറ്റ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു തരാം. അയ്യോ, നീ ഒരു 1-ാം നമ്പർ കഴുതയാണ് ഹണി. ഈ വീട്ടിൽ ആരും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്തില്ലെങ്കിൽ അതിന് വഴക്ക് പറയും, എന്നാ ജോലി ചെയ്താലോ അതിനും വഴക്കേക്കേണ്ട അവസ്ഥയാ. എന്നെ കണ്ടിട്ട് പന്നിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ ദേഹത്ത് വെള്ളം ഒഴിച്ചേ? നീ തന്നെ എന്നോട് നേരത്തെ പറഞ്ഞത് നിന്റെ തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കണമെന്ന്. അത് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഫോണിലാ പറഞ്ഞേ. അത് ശരി, എന്നോടും പ്രാങ്കോ? ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. നീ പിന്നെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ച് എന്റെ ദേഷ്യം ആളി കത്തിച്ചിരിക്കുക. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ എവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക? ഇന്ന് നിന്റെ കാര്യം പോക്കാ. ഇന്ന് ഞാൻ എന്റെ വാല് കൊണ്ട് നിന്നെ അടിച്ചു ഓടിക്കും, നോക്കിക്കോ. കൊള്ളാം സോർദാറേ, നീ ഹണിയെ അടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ വന്നതാണോ? കൊള്ളാം. ഞാനാ പറഞ്ഞത് പോപ്പറ്റിനോടാണ്. എന്റെ വാലില് അവനൊരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ ചുറ്റി വെച്ചു. എടാ, അതിന് നീയല്ലേ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞത് ജോഗിങ് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് നിന്റെ വാലിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ ചുറ്റാൻ. അപ്പൊ പേടിച്ചോടുവെന്ന് നീ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ വാലിൽ ചുറ്റി വെച്ചത്. എന്റെ ദൈവമേ, ഞാൻ ആരെയും വിളിച്ചില്ല. അതിന് നിന്റെ പേര് ആരാടാ ഇവിടെ പറഞ്ഞത്? എന്നെ വിളിച്ചതേ സോർദാറാ. എടാ, ഞാൻ ഹണിയുടെ കാര്യമോ പറഞ്ഞേ? അതായത് ഞാൻ അവനെ വിളിച്ചില്ലായിരുന്നു. എന്നാ പിന്നെ നീ ഹണിയെ പിടിക്കേ. ഈ പോപ്പന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ നിക്കാനാ പറഞ്ഞത്. കുട്ടികളെ, ഞാൻ എന്റെ മുറിയിൽ ഉറങ്ങാൻ പോവുകയാണ്. ഇനി ബഹളം ഉണ്ടാക്കിയാൽ ഇന്നത്തെ ഡിന്നർ ഞാൻ ക്യാൻസൽ ചെയ്യും. യുവമാർ എത്ര ലക്കിയാണ്. യുവമാരുടെ ശബ്ദം മഹാനായ സണ്ണിയുടെ വായിൽ നിന്നാണ് വരുന്നത്. ഇവന്മാരെ എന്തായാലും അല്പം കൂടി ഓടിക്കണം. ഈഷ്, അങ്ങനെ പിടിക്കപ്പെട്ടു. ഇനി നിനക്ക് അടിയോട് അടിയായിരിക്കും. പുറകോട്ട് നോക്ക്. എനിക്കല്ല ഇപ്പൊ അടി, നിങ്ങൾക്കാണ്. നോക്കൂ, അതായത് നിങ്ങളുടെ ഫോണാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്.
എടോ അത് പിന്നെ ഇൻസ്പെക്ടർ പാണ്ട, ഞാൻ ബണിയാണ് സംസാരിക്കുന്നത്. ഈഷ്, ഇത് നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ തലക്കിട്ടാരോ അടിച്ചതുപോലെയാണ് നിന്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നത്. അയ്യോ അതൊക്കെ വിട്ടാരെ, ഒരു എമർജൻസി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് പാവയ്ക്ക ഗ്യാങ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈഷ്, അപകടകാരിയായ അത് നിന്റെ വീട്ടിലേക്ക് കേറിയെന്നോ? സാർ എത്രയും പെട്ടെന്ന് പോലീസുകാരൻ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഇവർ കത്തികൊണ്ട് കത്തിക്കൊണ്ട് കത്തികൊണ്ട് കത്തിക്കൊണ്ട് എന്താണ് പറയൂ ബണ്ണി? കത്തികൊണ്ട് പാവയ്ക്ക എറിഞ്ഞ് ഞങ്ങളെ ബലമായി അവർ തീറ്റിക്കും. ഈഷ്, അവന്മാർ എന്തായാലും ഭയങ്കര അപകടകാരിയായ ഗ്യാങ് തന്നെയാണ്. നീ ഒന്ന് പേടിക്കണ്ട, ഞാൻ മുഴുവൻ ഫോഴ്സുമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേക്കാം. എനിക്ക് മനസ്സിലാവാത്തത് ഈ പാണ്ട എന്തിനാണ് ഇത്രയും വലിയ ഈഷ് പറയുന്നെന്നാണ്. ഹലോ ഹലോ ഹണി, എനിക്കിവിടെ ഒരു ജോലിയുണ്ട്. എനിക്ക് പകരം നീ സ്റ്റേഷനിലേക്ക് ചെന്ന് അവിടെയുള്ള കുറ്റവാളികളെല്ലാം വിടുവിക്കണം. അവരുടെ ശിക്ഷയുടെ കാലാവധി തീർന്നു. ഇനി അകത്ത് വെച്ചിരുന്നാൽ ഇനി ഞാൻ തന്നെ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും. ഇൻസ്പെക്ടർ പാണ്ഡെ സഹായിക്കുന്നതിൽ ഈ ഹണിക്ക് ജലദോഷം മാത്രമേ ഉള്ളൂ. ഓ, നീ വിചാരിച്ചത് സന്തോഷമാണോ? ആ അത് തന്നെ, എനിക്കത് സന്തോഷമുള്ള കാര്യ. ഞാൻ ദാ ഇപ്പൊ തന്നെ പോകാം. അയ്യോ ഇതെന്താ ഇൻസ്പെക്ടർ പാണ്ഡ, എന്താ ഈ ചെയ്യുന്നേ? നിങ്ങൾ 4 പേർക്കും സെക്യൂരിറ്റിയാണ്. ഇതാണ് പോലീസ്. മാഡം നമ്മളോട് ദേഷ്യപ്പെടുകയായിരുന്നില്ലേ? അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഇവരിവിടെ വന്നിരിക്കുകയാണ്. അത് നന്നായി. ഈഷ്, പാവയ്ക്ക ഗ്യാങ് പുറത്തിറങ്ങൂ. അതിന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പാവയ്ക്ക പോലും ഇല്ലല്ലോ. പിന്നെ എവിടുന്നാ ഈ പാവയ്ക്ക ഗ്യാങ് ആയിട്ട് വന്നത്? ഈഷ്, ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ നീ തമാശ പറയുകയാണോ? അയ്യോ അല്ലല്ല, ഞങ്ങളിതാ ഇവിടെ അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ അപകടാവസ്ഥ? ആ, ചിലപ്പോ എനിക്ക് പഴയ പാട്ട് ഓർമ്മ ഒന്നുമില്ലല്ലോ. ആ അപകടത്തെ കുറിച്ചായിരിക്കും പാണ്ഡ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ശരിയല്ലേ? ഈഷ്, മണി, അപകടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ ഫേക്ക് കോൾ ചെയ്തതിനു വേണ്ടി ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. വേഗം പിടിക്കവനെ. അയ്യോ വേണ്ട, ഞാനല്ല സാറിനെ വിളിച്ചേ. സാറ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേഗം രക്ഷപ്പെട്ടോ. ഞാൻ ജയിലിലെ സെല്ലുകളൊക്കെ തുറന്ന് അവിടെയുള്ള കുറ്റവാളികളെല്ലാം മോചിപ്പിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ പാണ്ഡ. ഈ ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ താങ്കൾക്ക് എന്നെ മുതുകിൽ തട്ടി അഭിനന്ദിക്കാവുന്നതാണ്. ഞാൻ എത്ര വലിയ കാര്യമാണോ ചെയ്തത്, അത്രയും വലിയ അഭിനന്ദനം എനിക്ക് കിട്ടിയത്. വാവ്. ഈഷ്, വേഗം 4 പേരെയും പിടിക്ക. ആ കുറ്റവാളികളെ ജയിലിൽ നിന്ന് തുറന്നു വിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? കുറ്റവാളികളുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞെന്ന് ഇൻസ്പെക്ടർ പാണ്ഡ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അവരെല്ലാം തുറന്നു വിടണമെന്നും പറഞ്ഞു. പക്ഷെ ഇൻസ്പെക്ടർ പാണ്ഡ നമ്മുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണല്ലോ. കൂട്ടുകാരെ, ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതാരോ നമ്മളെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ നമ്മൾ ആദ്യം എല്ലാ കുറ്റവാളികളെയും പിടിക്കേണ്ടി വരും. എടാ, എന്നെ ഇങ്ങനെ പരത്തിയെടുക്കാനേ ഞാൻ ചപ്പാത്തിയുടെ മാവൊന്നും അല്ല. പക്ഷെ നമ്മൾ ആദ്യം എല്ലാ കുറ്റവാളികളെയും പിടിക്കേണ്ടി വരും. ആ ജോർദാറിന്റെ ശബ്ദമാണെങ്കിൽ എനിക്ക് ജലദോഷം വന്നിട്ട് പോലെ എന്റെ തൊണ്ടയിൽ നിന്നും പോയില്ല. ഈശെന്ന് പറഞ്ഞ് എന്റെ നാവിലെ വെള്ളമെല്ലാം വറ്റി വരണ്ടോ? അപ്പൊ ഇത് സണ്ണിയുടെ പണിയാണ്. നമ്മളെല്ലാവരും പ്രശ്നത്തിലാവാൻ വേണ്ടി സണ്ണി ചെയ്യുന്ന ചതിയാണിത്. ഈ സണ്ണിയെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ തല്ലുകൊണ്ട് ഇവൻ ചാവും ഇന്ന്. അവന്റെ കാര്യം എന്തായാലും നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് പോയി ആ ക്രിമിനൽസിനെ എല്ലാം പിടിക്കണം. എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. എടാ എടാ, എന്താടാ നിങ്ങളെന്താ എന്റെ പുറത്ത് ഔട്ടാണോ നടത്താണോ? അടിപൊളി കൂട്ടുകാരെ, നോക്കൂ അതിൽ എന്തുമാത്രം സ്വർണമായിരിക്കുന്നേ.
പിന്നെന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വേഗം ഓടിച്ചു മാറ്റിക്കോ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല. ഇതെല്ലാം സണ്ണിയുടെ പണിയാണ്. എങ്കിൽ പോലും വി ആർ സോറി ഇൻസ്പെക്ടർ പാണ്ട. ഈഷ്, ഇവന്മാരൊക്കെ പിടിക്കാൻ എനിക്ക് 10 വർഷം വേണ്ടി വന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇവരെല്ലാരും പിടിച്ചു. ഈഷ്, ഞാൻ നിങ്ങളുടെ ഫേക്ക് ഔട്ട് റിപ്പോർട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. അപ്പൊ പിന്നെ കൊച്ചളിയ, ഈ സണ്ണിയുടെ കാര്യം എന്താ ചെയ്യേണ്ടത്? പ്രതികാരം ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അവനോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പാപമായി മാറും. അവൻ എന്തായാലും മിമിക്രി പഠിച്ചില്ലേ? ഇനി ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാം. ഇനി അങ്ങോട്ട് ഈ ബണ്ണിയുടെ കളികളായിരിക്കും. എടാ സണ്ണി, ഇതാരാടാ സംസാരിക്കുന്നേ? നിനക്ക് എന്റെ ശബ്ദം മനസ്സിലായില്ലേ? ഞാനടാ നീ ഞാനോ? ഇതെന്ത് പേരടാ ഇത്? ഇതെന്റെ പേരിലടാ. ഞാൻ നിനക്ക് പറഞ്ഞു തരികയായിരുന്നു. നീയാണ് ഞാൻ തന്നെയാടാ. നീ ആരാണെന്ന് പറയടാ. എടാ ഞാൻ സണ്ണിയാടാ. എടാ സണ്ണി ഞാനാടാ. എടാ ഞാനാടാ സണ്ണി. നിന്റെ ഫ്യൂച്ചറിലെ ഞാൻ പാസ്റ്റിൽ സംസാരിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ട്. നീ സത്യം പറയുന്നെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? നീ ഇന്ന് ഹണി ബണ്ണി ജോർദാർ പോപ്പറ്റിനെ മിമിക്രി ചെയ്ത് പറ്റിച്ചില്ലേടാ? അല്ല, ഈ കാര്യം നീ എങ്ങനെയാ അറിഞ്ഞത്? നീ സത്യത്തിൽ ഞാൻ തന്നെയാടാ. അത് തന്നെയാടാ ഞാൻ എന്നോട് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. ചമ്പടാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നന്നായിട്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ പറയുന്നുവോ നീ അതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ വലിയൊരു കോടീശ്വരനായി മാറും. ആ ശരിയടാ, കുഴപ്പമില്ല. എന്താ ചെയ്യേണ്ടെന്ന് വേഗം പറയേ. എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ സണ്ണി, ഇവിടത്തെ ഏറ്റവും വലിയ മണ്ടൻ. കഴുത പോലും എന്റെ മുന്നിൽ കുതിരയാണ്. ഞാൻ ഇവിടെ എന്ത് പ്രകടനം കാഴ്ചവെച്ചാലും അതൊരു കഴുതയെ പോലെ തന്നെ ആയിരിക്കും. എന്നെക്കാളും വലിയ കഴുത ഇവിടെ ആരും തന്നെ ഇല്ല. എന്റെ വിജയം ആര് വിചാരിച്ചാലോ തടയാനാവില്ല. നിന്നേക്കാൾ വലിയ കഴുത ഈ ലോകത്തേ ഇല്ല.